ഓം നമോ നാരായണായ. മഹാഭാഗവതം. യഥാകാലം കുഞ്ഞിൻ്റെ ജാതകർമ്മങ്ങൾ ആത്മദേവൻ തന്നെ നടത്തി അവന് ദുന്ദുകാരി എന്ന നാമകരണവും ചെയ്തു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സർവാംഗസുന്ദരനും സ്വർണ്ണ നിറത്തിലുള്ള ശരീരത്തോടു കൂടിയവനും മുഖത്ത് ദിവ്യപ്രകാശം തിളങ്ങുന്നവനുമായ ഒരു അത്ഭുത മനുഷ്യ ശിശുവിനെ ദുന്ദുലിയുടെ പശുവും പ്രസവിച്ചു. മാമ്പഴത്തിൻ്റെ അത്ഭുത ദിവ്യവൈഭവം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ആത്മദേവന്റെ പശു അത്ഭുത തേജസ്സോടു കൂടിയ ഒരു ദേവകുമാരനെ പ്രസവിച്ചു എന്നറിഞ്ഞ് നാട്ടിലുള്ള എല്ലാവരും വന്ന് കുഞ്ഞിനെ കണ്ട് സന്തോഷിച്ചു. അവന് ആത്മദേവൻ തന്നെ അവൻ്റെ ജാതകർമ്മങ്ങൾ ഒക്കെ നിർവഹിച്ച്, അപ്പോൾ അവൻ്റെ കർണങ്ങൾ, അതായത് ചെവി പശുവിൻ്റെ ചെവി പോലെ കൂർമ്പിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അവന് ഗോകർണൻ എന്ന നാമവും നൽകി. അങ്ങനെ കാലം കടന്നുപോയി. 2 ബാലന്മാരും യൗവനയുക്തന്മാരായി തീർന്നു. ദുന്ദുകാരി മലിനനും കുളിക്കാതെയും ബ്രാഹ്മണരുടെ നിത്യകർമ്മങ്ങൾ മുതലായവ ഒന്നും ചെയ്യാതെ എന്ത് ദുഷിച്ച ഭക്ഷണവും കഴിക്കുകയും വളരെ മോശമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്ത് അഹങ്കാരിയായ എല്ലാ ദുർഗുണങ്ങളും തികഞ്ഞവനായിട്ട് അവൻ വളർന്നു. എന്നാൽ ഗോകർണനാകട്ടെ വളരെ സത്യസന്ധനായിട്ട് ഈശ്വരഭക്തിയോടും നിർമ്മല കർമ്മങ്ങളോടും ആത്മദേവനോടും ദുന്ദുലിയോടും ഒക്കെ വളരെ സ്നേഹവും ബഹുമാനവും ഒക്കെ ഉള്ളവനായിട്ട് വളർന്നു. ഒരുത്തനൊരു രാക്ഷസനാണെങ്കിൽ അപരൻ ദേവൻ. അതുപോലെയായിരുന്നു അവരുടെ ജീവിതക്രമം. മദ്യപാനവും വേശ്യ സംസർഗം മുതലായ ദുഷ്പ്രവർത്തികൾ സദവാ ആസക്തനായ ദുന്ദുകാരി ആത്മദേവന്റെ എല്ലാ സ്വത്തുക്കളും അവൻ നശിപ്പിച്ചു. അവന് കൊലപാതകികളും അക്രമികളും കൊള്ളക്കാരും ഒക്കെ ആയിട്ടായിരുന്നു അവൻ്റെ കൂട്ടുകെട്ടും. ഒരു ദിവസം അവൻ മാതാപിതാക്കളെ കഠിനമായിട്ട് ഉപദ്രവിച്ച് വീട്ടിൽ നിന്ന് ആട്ടി പുറത്താക്കി. ആ സമയത്ത് ഗോകർണൻ പുറത്തെവിടെ പോയിരിക്കുകയായിരുന്നു. തിരിച്ചു വന്നപ്പോൾ വീടിന് വെളിയിലിരുന്ന് കരയുന്ന പിതാവിൽ നിന്ന് വിവരങ്ങളെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ അവൻ ഈ ഗോകർണൻ അച്ഛനെ, അതായത് ആത്മദേവനെ സമാധാനിപ്പിച്ചു. അപ്പോൾ ഈ പശുവിൽ നിന്ന് ജനിച്ചതാണെങ്കിലും അവൻ്റെ ജനനത്തിന് കാരണമായത് ആത്മദേവനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആത്മദേവൻ അവൻ്റെ അച്ഛൻ്റെ സ്ഥാനമാണ് നിലവിലുള്ളത്. അതിനു പുറമെ ശാസ്ത്രം ഇങ്ങനെ പറയുന്നു, അവൻ്റെ ജന്മത്തിന് കാരണഭൂതൻ അദ്ദേഹമാണ്. അതിനു പുറമെ ഭക്ഷണം നൽകി രക്ഷിച്ചു വളർത്തുന്നവൻ, ഭയത്തിൽ നിന്നും മോചിപ്പിക്കുന്നവൻ, കന്യാദാനം ചെയ്യുന്നവൻ, വിദ്യയെ അഭ്യസിക്കുന്നവൻ, മന്ത്രം ഉപദേശിക്കുന്നവൻ, അല്ലെങ്കിൽ ജീവസന്ധാരണത്തിന് മാർഗമുണ്ടാക്കി തരുന്നവൻ. ഇവർ 5 പേരും പിതാക്കന്മാരാണെന്നുള്ള ഒരു സ്മൃതി വചനപ്രകാരം ആത്മദേവൻ ഗോകർണന്റെ പിതാവ് തന്നെയാണെന്ന് ഇതിൽ പറഞ്ഞു വെക്കുന്നു. അപ്പോൾ ഈ ഗോകർണൻ അച്ഛനെ ഉപദേശിച്ചു. ലൗകിക ബന്ധങ്ങളെല്ലാം വെടിഞ്ഞ് വനത്തിൽ പോയി തപസ് ചെയ്ത് മുക്തി അടയാനാണ് ഗോകർണൻ ആത്മദേവനെ ഉപദേശിച്ചത്. അപ്പോൾ അദ്ദേഹം ഓർത്തു, തനിക്ക് പുത്രനെ കൊണ്ടുള്ള ഭാഗ്യം സിദ്ധിക്കില്ലെന്നുള്ളത് സന്യാസം സ്വീകരിച്ച് തപസ് ചെയ്യുന്നതായിരിക്കും ഉത്തമമെന്നും പണ്ട് സന്യാസി ഉപദേശിച്ചത് ആത്മദേവൻ ഓർത്തു. അപ്പോൾ ഗോകർണനും അത് തന്നെയാണ് പറയുന്നത്. പിന്നെ അദ്ദേഹം ഒന്നും ആലോചിച്ചില്ല. എല്ലാം ഉപേക്ഷിച്ച് ഭാര്യയും മക്കളെയും വീടും എല്ലാം ഉപേക്ഷിച്ച് വനത്തിൽ പോയി തപസ് ചെയ്ത് മുക്തിയെ പ്രാപിച്ചു. പിതാവ് കാന്താരത്തിലേക്ക്, അതായത് വനത്തിലേക്ക് പോയ ശേഷം ദുന്ദുകാരി മാതാവിനെ പൂർവാധികം ഉപദ്രവിക്കാനും കഷ്ടപ്പെടുത്താനും ഒക്കെ തുടങ്ങി. 5 വേശ്യസ്ത്രീകളെ അവൻ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. അപ്പോൾ പിന്നെ ദുന്ദുലി അവരുടെ ശകാരം കൂടി കേൾക്കേണ്ടി വന്നു. അതിന് പോരാഞ്ഞിട്ട് അവളുടെ സൗന്ദര്യവും എല്ലാം പോയി. അവളാകെ പട്ടിണി കിടന്ന് ആകെ ബുദ്ധിമുട്ടി. അങ്ങനെ മാതാവെന്നുള്ള നില മറന്ന ദുന്ദുകാരി അവളെയും ബലാത്കാരം ചെയ്യാൻ ഒരുങ്ങി. അവൻ തൻ്റെ പുത്രനല്ല എന്നറിയാവുന്നത് കൊണ്ട് അവൾ അതിന് വഴങ്ങി കൊടുക്കുക എന്ന മഹാ അപരാധം കൂടി ചെയ്തു. അങ്ങനെ അവളുടെ ജീവിതം പാപപങ്കിലമായി തീർന്നു. അങ്ങനെ ഒരു തരത്തിലും അവനെ കൊണ്ട് സഹിക്കാൻ വയ്യാതെ, അസഹനീയമായ അവൻ്റെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ ദുന്ദുലി ഒരു ദിവസം ഒരു കിണറ്റിൽ ചാടി തൻ്റെ പാപജീവിതം അവസാനിപ്പിച്ചു. അപ്പോൾ വേശ്യകളെ പുലർത്താൻ മറ്റു മാർഗമൊന്നുമില്ലെന്ന് കണ്ടപ്പോൾ ദുന്ദുകാരി ഒരു
തനി കൊള്ളക്കാരനും കള്ളനും ഒക്കെ ആയി തീർന്നു. പണമുള്ളവരുടെ വീടുകളിൽ കയറി ധനം കൊള്ള ചെയ്തും വഴിയാത്രക്കാരെ ഉപദ്രവിച്ച് അവരുടെ കൈവശമുള്ള സാധനങ്ങളെല്ലാം തട്ടിപ്പറിച്ചു ഒക്കെയായിട്ട് അവൻ വലിയ ആക്രമണകാരിയായി തീർന്നു. അപ്പോൾ ദുന്ദുകാരിയെ പറ്റിയുള്ള പരാതി രാജസൈന്യത്തിലെത്തി. അങ്ങനെ രാജകിങ്കരന്മാർ അവനെ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പൊ ഈ വിവരം അറിഞ്ഞപ്പോൾ 5 വേശ്യസ്ത്രീകളും കൂടി പറഞ്ഞു, ഇവനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ, ദുന്ദുകാരിയെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ഈ മോഷ്ടിക്കുന്നതും ഈ ദുഷ്കൃത്യങ്ങളെല്ലാം ചെയ്യുന്നത് നമുക്ക് വേണ്ടിയാണെന്ന് അറിയും, നമ്മളും തെറ്റുകാരാകും, നമ്മളെയും ശിക്ഷിക്കും. അതുകൊണ്ട് ഇവനെ എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കണം എന്നും പറഞ്ഞ് ഈ 5 വേശ്യകളും കൂടി ഒരു ദിവസം അവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ അവൻ്റെ മേത്ത് തീക്കനലുകൾ കോരിയിട്ട് അവനെ കരിച്ചു കൊന്ന് വീടിൻ്റെ അങ്കണത്തിൽ തന്നെ മറവ് ചെയ്തു. അപ്പോൾ തീക്കനൽ കൊണ്ട് കരിച്ചു കൊന്നിട്ടുണ്ടെങ്കിൽ പ്രേതമാകില്ല എന്നുള്ള വിശ്വാസം കൊണ്ടാണ് അവരങ്ങനെ ചെയ്തത്. പക്ഷെ അവരുടെ വിശ്വാസം എങ്ങനെയായാലും അപമൃത്യുവിനിരയായ ദുന്ദുകാരി ഒരു ഉഗ്രൻ പ്രേതമായി തീർന്നു. രാത്രികാലങ്ങളിൽ അവൻ വഴിപോക്കരെ ഭയപ്പെടുത്തിയും അപശബ്ദങ്ങളും പുറപ്പെടുവിച്ചും അവരുടെ വീടിൻ്റെ അടുത്തോ പരിസരങ്ങളിലോ എല്ലാം ഉള്ള ആൾക്കാരെല്ലാം പേടിപ്പിച്ച് അവനിങ്ങനെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി ആ നാട്ടിലുള്ള ആരും സന്ധ്യയായി കഴിഞ്ഞപ്പോൾ വീടിന് പുറത്തിറങ്ങാത്ത ഒരു അവസ്ഥയായി. അങ്ങനെ ഈ പ്രേതത്തെ അടക്കം ചെയ്യാൻ വേണ്ടി പല മന്ത്രവാദികളും ശ്രമിച്ചിട്ടും ആർക്കും ഒന്നും സാധിച്ചില്ല. ഇവന്റെ ശല്യം വർദ്ധിച്ചു വന്നതേ ഉള്ളൂ. അപ്പൊ ഈ പുണ്യ ദേവാലയങ്ങളൊക്കെ സന്ദർശിച്ച് പുണ്യതീർത്ഥങ്ങളാടിയും ഒക്കെ ദേശാടനം ചെയ്തുകൊണ്ടിരുന്ന ഗോകർണൻ ഒരിക്കലും വഴിമധ്യേ വെച്ച് കണ്ടുമുട്ടിയ അവന്റെ നാട്ടുകാരായ ചില തീർത്ഥാടകരിൽ നിന്നാണ് ദുന്ദുകാരി ദുർമരണം പ്രാപിച്ചെന്നും അവനിങ്ങനെ പ്രേതമായി നടക്കുന്ന കഥയൊക്കെ അറിയുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ ഗോകർണൻ ഗയയിലെത്തി സഹോദരൻ എന്ന നിലയിൽ ദുന്ദുകാരിക്ക് വേണ്ടി പിതൃ കർമ്മ തർപ്പണങ്ങളും ശ്രാദ്ധവും ഒക്കെ നടത്തി. അങ്ങനെ അവൻ പല ക്ഷേത്രങ്ങളും സന്ദർശിച്ച് പുണ്യതീർത്ഥങ്ങളാടിയും ഒക്കെ ചുറ്റിത്തിരിഞ്ഞ ഒരു ദിവസം അവൻ സ്വന്തം ഭവനത്തിൽ വന്നു. ഗോകർണൻ അവിടെ ആരുമില്ല. ഭയാനകവും ഏകാന്തവുമായ അന്തരീക്ഷമാണ്. അയൽവാസികൾ പോലും പ്രേതത്തെ പേടിച്ച് സ്ഥലം വിട്ടിരിക്കുകയാണ്. ആരും അവിടെ എങ്ങുമില്ല. നേരം രാത്രിയായപ്പോൾ ഗോകർണൻ ഇങ്ങനെ മുറ്റത്ത് നിൽക്കുകയാണ്. അപ്പോൾ ദുന്ദുകാരിയുടെ പ്രേതം അവൻ്റെ മുമ്പിൽ വന്നു നിന്നു. ഒരു കാറ്റും അതോടൊപ്പം ഒരു ചൂളംവിളിയും ഗോകർണൻ ചോദിച്ചു, പ്രേതമേ നീ ആരാണ്, എന്തിനിവിടെ വന്ന് നിൽക്കുന്നു എന്ന് ചോദിച്ചു. ആ പ്രേതത്തിന്റെ ശബ്ദം പറഞ്ഞു, ഒരാൾ മനുഷ്യ സ്ത്രീയിൽ നിന്നും ജനിച്ചു, വേറെ ഒരുവൻ പശുവിൽ നിന്നും ജനിച്ചു. മനുഷ്യ സ്ത്രീയിൽ നിന്നും ജനിച്ചവൻ പാപകർമ്മങ്ങൾ ചെയ്ത് ഒടുവില് ദുർമരണം അടഞ്ഞ് പ്രേതമായിട്ട് ഒക്കെ നടക്കുന്നു. പക്ഷെ പശുവിൽ നിന്ന് ജനിച്ചവൻ പുണ്യവാനായി യോഗിയുമായ പാപിയായ ദുന്ദുകാരിയാണ് ഞാൻ, അവന്റെ പ്രേതമാണ് ഞാൻ എന്ന് പറയും. ഈ സമയം കൈകാലുകൾ മെലിഞ്ഞ് ഒരു ഭീകരരൂപിയായ സ്ത്രീ പ്രേതം കൂടി പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ നീ ആരാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ദുന്ദുലിയാണ്, കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്ത പ്രേതമാണ് എന്ന് പറയും. അപ്പോൾ ഗോകർണൻ ചിന്തിച്ചു, താൻ ഇവർക്ക് ശ്രാദ്ധം മുട്ടുകയും പുണ്യതീർത്ഥങ്ങൾ ആടുകയും എല്ലാം ചെയ്തിട്ടും ഇവർക്ക് ഇപ്പോഴും മോക്ഷം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവരുടെ പാപം അത്രയ്ക്ക് വലുതാണ്, അതുകൊണ്ടാണ് ഇവർക്ക് മോക്ഷം കിട്ടാത്തത്. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അടുത്ത ദിവസം രാവിലെ ഗോകർണൻ ഇങ്ങനെ സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ അവൻ്റെ ചെവിയിൽ ഇങ്ങനെ ഒരു ശബ്ദം കേട്ടു. അതിങ്ങനെയായിരുന്നു, ഗോകർണ ശ്രദ്ധിക്കൂ, വിഷ്ണു ഭഗവാന്റെ അതിലും വിശേഷിച്ച് ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ അപദാനങ്ങളെയും പല ഭക്തോത്തമന്മാരുടെ കഥകളെയും വർണ്ണിക്കുന്ന ശ്രീ മഹാഭാഗവതം ശ്രീശുകൻ 7 ദിവസം കൊണ്ട് പരീക്ഷത്തിന് ഉപദേശിച്ചതുപോലെ 7 ദിവസം തുടർച്ചയായി വായിക്കുന്നത് കേട്ടാൽ ബ്രഹ്മഹത്യാദി പാപങ്ങൾ ചെയ്തവന് പോലും അവന്റെ സർവ പാപങ്ങളും നശിച്ച് മുക്തി സിദ്ധിക്കും. ദുർമരണം പ്രാപിച്ച് അങ്ങുമിങ്ങുമില്ലാതെ അലയുന്ന അനാഥപ്രേതങ്ങൾക്കും പിതൃക്കൾക്കും സൽഗതി ലഭിക്കും. പാരായണ ശബ്ദം മുഖരിതമാകുന്ന സ്ഥലത്ത് ഐശ്വര്യം വർദ്ധിക്കും. അതിനാൽ ശ്രീ മഹാഭാഗവതം 7 ദിവസം കൊണ്ട് സപ്താഹ യജ്ഞമായി നിന്റെ ഭവനത്തിലിരുന്ന് നീ പാരായണം ചെയ്യൂ. അത് കേൾക്കുമ്പോൾ ദുന്ദുകാരിയും ദുന്ദുലിയും അവരുടെ പ്രേതാവസ്ഥകൾ വെടിഞ്ഞ് സൽഗതിയെ പ്രാപിക്കും എന്ന് ഒരു അശരീരി കേൾക്കുകയാണ്. പുണ്യകരമായ ഒരു സൽക്കർമ്മം
ഭാഗവത പാരായണം പോലെ പുണ്യകരമായ ഒരു സൽക്കർമ്മം മറ്റൊന്നില്ല. ഭക്തിയോടുകൂടി ശ്രവിക്കുന്നത് അതിലേറെ പുണ്യകരമാണ്. ഇപ്രകാരം ആദിത്യദേവൻ തന്റെ കർണങ്ങളിൽ വന്ന് മന്ത്രിച്ചതായിട്ടാണ് ഗോകർണന് തോന്നിയത്. അതനുസരിച്ച് അവൻ ഭാഗവതം സപ്താഹയജ്ഞമായി പാരായണം ചെയ്യുകയും അത് കേട്ടുകൊണ്ട് നിന്ന ദുന്ദുകാരിയും ദുന്ദുലിയും തങ്ങളുടെ പ്രേതഭാവം വെടിഞ്ഞ് സൽഗതിയെ പ്രാപിക്കുകയും ചെയ്തു. 10ാം അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. 11ാമത്തെ അധ്യായം നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.